സി.കെ. ജാനുവിനെ യു.ഡി.എഫ് കൂടെ കൂട്ടിയത് ഏറ്റവും വലിയ വൃത്തികെട്ട ഒരു രാഷ്ട്രീയ നീക്കമായിട്ട് ഞാൻ കാണുന്നത്. പിന്നെ സ്വന്തം വിഭാഗത്തിൽപ്പെട്ട ഒരു ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ്റെ ചോരയിൽ ചവിട്ടി നിന്നിട്ടാണ് സി.കെ. ജാനു രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ തുടങ്ങിയത്. സാധാരണക്കാരായ ട്രൈബ്സിനെ അവരെ ഓരോന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് നിങ്ങൾക്കിത് അങ്ങനെ മേടിച്ചിരുന്നു ഇങ്ങനെ മേടിച്ചിരുന്നു പറഞ്ഞ് അവരെ വിറ്റ് പൈസയാക്കി അവരെ ടൂളായിട്ട് ഉപയോഗിച്ച ഒരാളാണ് സി.കെ. ജാനു. കോൺഗ്രസ് ചെയ്യുന്ന അതാ. അവരുടെ കയ്യിൽ സ്വർണ്ണമുണ്ട്. അവരുടെ കയ്യിൽ ട്രൈബ്സ് കമ്മ്യൂണിറ്റി, ആദിവാസി കമ്മ്യൂണിറ്റിപ്പെട്ട ഏറ്റവും ടാലൻറ്റഡ് ആയിട്ടുള്ള ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ചെറുപ്പക്കാരനുണ്ട്. മഞ്ജുക്കൂട്ടൻ എന്നാണ് ചെറുപ്പക്കാരൻ്റെ പേര്. മഞ്ജുക്കൂട്ടൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വരുമ്പം ആദിവാസി വിഭാഗത്തിൽ നിന്ന് KSUവിൻ്റെയോ യൂത്ത് കോൺഗ്രസിൻ്റെയോ ഒക്കെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തെത്തുന്ന ആദ്യത്തെ ചെറുപ്പക്കാരനാണ്. അപ്പുറത്ത് ഇവർ മുന്നണിയിലേക്ക് കൊണ്ടുവന്നേക്കുന്ന സി.കെ. ജാനു അധസ്ഥിത വർഗത്തിൻ്റെ പ്രതിനിധി എന്ന് പറയാൻ പറ്റത്തില്ല. വളരെ ആർഭാടപൂർവമായ ജീവിതം ജീവിക്കുന്നു. അവർ ആഡംബരപൂർവമായ വളരെ ലക്ഷറി ആയിട്ടുള്ള ലൈഫിലേക്ക് പോകുമ്പം മഞ്ജുക്കൂട്ടനെ പോലെയുള്ള ചെറുപ്പക്കാരനെ കൊണ്ടുവരാൻ വേണ്ടി, അല്ലാതെ സി.കെ. ജാനുവിന് വേണ്ട സീറ്റ് ഒഴിഞ്ഞു കൊടുക്കുകയല്ല വേണ്ടിയത്. രാജൻഭായ് നമസ്കാരം. നമസ്കാരം. രാജൻഭായ്, നമ്മൾ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കേരളത്തിലെ ഓരോ നിയോജക മണ്ഡലങ്ങളുടെയും അവലോകനം നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ മാനന്തവാടി ഇപ്പോൾ ഏറ്റവും അടുത്ത കാലത്ത് ഏറ്റവും വലിയ ചർച്ചയിൽ വന്നിട്ടുള്ള ഒരു നിയോജക മണ്ഡലമാണ്. സി.കെ. ജാനുവിൻ്റെ വരവോടുകൂടി അത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു നിയോജക മണ്ഡലം കൂടിയാണ്. അപ്പോൾ മാനന്തവാടി നിയോജക മണ്ഡലത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് OR കേളുവാണ് നിലവിൽ ഇപ്പോൾ അവിടുത്തെ MLAയും മന്ത്രിയുമാണ് അദ്ദേഹം. അപ്പോൾ എങ്ങനെ നോക്കിക്കാണുന്നത് 2026 തെരഞ്ഞെടുപ്പിൽ? നോക്കിക്കാണുന്നതിന് കുഴപ്പമില്ല. ഇപ്പോൾ യാത്ര ചെയ്യാൻ പറയരുത്. എറണാകുളത്ത് നിന്ന് ഇപ്പോൾ മാനന്തവാടിയിലൊന്നും പോകാൻ വയ്യ. നോക്കിക്കാണാം. നോക്കി കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നോക്കി വെച്ചിരിക്കുന്ന ഒരാളുണ്ട്, സി.കെ. ജാനുവാണ്. അവിടെ 2011 അവിടെ നിന്ന് P.K. ജയലക്ഷ്മി മത്സരിച്ചു. അന്ന് മത്സരിച്ച് വിജയിച്ച ഏക വനിത P.K. ജയലക്ഷ്മി കോൺഗ്രസിൽ. അതുകൊണ്ടാണ് P.K. ജയലക്ഷ്മി മന്ത്രിയായത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വയനാട് ജില്ലയുടെ ആകെ 3 മണ്ഡലങ്ങളാണ് ഉള്ളത്: സുൽത്താൻ ബത്തേരി, മാനന്തവാടി, കൽപ്പറ്റ. അതിൽ കൽപ്പറ്റ ജനറലാണ്. മറ്റേത് രണ്ടും എന്ന് പറയുന്നത് SC പോലും അല്ല, ST ആണ്. രണ്ടും ട്രൈബാണ്. പിന്നെ പട്ടികവർഗ സംവരണ സീറ്റുകൾ കേരളത്തിൽ തന്നെ അങ്ങനെ ഇല്ല. മറ്റേതൊക്കെ പട്ടികജാതി സംവരണമാണ്. ഇത് പട്ടികവർഗ സംവരണമാണ്. പട്ടികജാതിക്കാർക്കും അവിടെ മത്സരിക്കാൻ പറ്റത്തില്ല. നമ്മൾ മന്ത്രിമാരെയൊക്കെ ആക്കുമ്പോൾ പട്ടികവർഗ വകുപ്പ് മന്ത്രി എന്ന് പറഞ്ഞിട്ടാക്കുന്നത്. രണ്ടും കൂടെ ഒരുമിച്ച് കൈകാര്യം ചെയ്യാം. അങ്ങനെ പോകുന്ന പട്ടികവർഗത്തിൽപ്പെട്ടവർക്ക് മാത്രം മത്സരിക്കാൻ പറ്റുന്ന മണ്ഡലമാണ്. ആ കട്ടിൽ കണ്ടിട്ടാണ് സി.കെ. ജാനു പോയത്. പക്ഷേ സി.കെ. ജാനുവിനെ യു.ഡി.എഫ് കൂടെ കൂട്ടിയത് ഏറ്റവും വലിയ വൃത്തികെട്ട ഒരു രാഷ്ട്രീയ നീക്കമായിട്ട് ഞാൻ കാണുന്നത്. ഇപ്പം അൻവറിനെ കൂട്ടി അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ കൂട്ടിയെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. എവിടെയെങ്കിലുമൊക്കെ യോജിപ്പിൻ്റെ തലമുണ്ട്, പഴയ കോൺഗ്രസ്സുകാരനാണൊക്കെ ഉണ്ടെന്ന് പറയാം. സി.കെ. ജാനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സമയം കോൺഗ്രസിനെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചതാണ് A.K. ആന്റണി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ, അതോടൊപ്പം പിന്നെ സ്വന്തം വിഭാഗത്തിൽപ്പെട്ട ഒരു ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ്റെ ചോരയിൽ ചവിട്ടി നിന്നിട്ടാണ് സി.കെ. ജാനു രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ തുടങ്ങിയത്. ജോഗി എന്ന് പറയുന്ന ആദിവാസിയുടെയും ജീവൻ കൊടുത്തു. പിന്നെ കുടുംബം നോക്കാൻ വേണ്ടി പോലീസ് സേനയിലിപ്പോൾ ഒരു LDC കിട്ടിയാൽ തന്നെ പോലീസിൽ പോയവർ പിന്നെ ജോലി രാജിവെച്ച് LDC ആയിട്ട് പോകും. പിന്നെ ഏതെങ്കിലും പിന്നെ സ്വീപ്രപണി കിട്ടിയാൽ പോലും അതിന് പോകും. കാരണം പോലീസിലെ പണി അത്രയും കഷ്ടപ്പെട്ടതാണ്. ഒരു പാവപ്പെട്ടൊരു കുടുംബത്തിൻ്റെ അത്താണിയായ ഒരു പോലീസുകാരൻ്റെ മരണത്തിനും ജോഗി എന്ന് പറയുന്ന ഒരു ആദിവാസിയുടെ മരണത്തിനും കാരണക്കാരിയായ താടക എന്ന് തന്നെ വേണമെങ്കിൽ വിളിക്കേണ്ടി വരുന്ന ആരെങ്കിലും വിളിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഇവർ ചിലപ്പം ബാക്കി അവകാശവും സംരക്ഷണവും ഒക്കെ കൊണ്ടുവരും. പിന്നെ സി.കെ. ജാനുവിൻ്റെ സാമ്പത്തികമായിട്ടുള്ള അവസ്ഥ എന്താ? അവിടുത്തെ ബാക്കി ഈ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരെങ്ങനെ ജീവിക്കുന്നു, സി.കെ. ജാനു എങ്ങനെ ജീവിക്കുന്നു? സി.കെ. ജാനുവിന് കാർ വാങ്ങാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒക്കെ കഥകളൊക്കെ നമ്മൾ വിശദമായിട്ട് ഇതിന്റെ പുറകെ തന്നെ വരുന്നുണ്ടാവും. അതാക്കാൻ സി.കെ. ജാനുവിൻ്റെ എല്ലാ കഥകളും. കാരണം ഇവർ എവിടെ നിന്ന് ഈ പാവപ്പെട്ട ആദിവാസികളെ വിട്ടിട്ട് പിന്നെ നിപ്പ് സമരം, കിടപ്പ് സമരം, നടപ്പ് സമരം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കിടപ്പ് സമരത്തെക്കുറിച്ചും നിപ്പ് സമരത്തെക്കുറിച്ചും ഒക്കെ നമ്മളെ കൊണ്ട് അധികം പറയിപ്പിക്കാതിരിക്കുന്നതായിരിക്കും സി.കെ. ജാനുവിന് തന്നെ നല്ലത്. സി.കെ. ജാനു കാണിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നിരക്ഷരരായ അവിടുത്തെ സാധാരണക്കാരായ ട്രൈബ്സിനെ അവരെ ഓരോന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് നിങ്ങൾക്കിത് അങ്ങനെ മേടിച്ചിരുന്നു ഇങ്ങനെ മേടിച്ചിരുന്നു പറഞ്ഞ് അവരെ വിറ്റ് പൈസയാക്കി അവരെ ടൂളായിട്ട് ഉപയോഗിച്ച ഒരാളാണ് സി.കെ. ജാനു. കയ്യിൽ സ്വർണം വെച്ചിട്ട് എന്തിനാ പിന്നെ എന്തോ അങ്ങനെ വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിനാ നാട്ടിൽ തേടി നടക്കും എന്ന് പറഞ്ഞ പോലെ കോൺഗ്രസ് ചെയ്യുന്ന അതാ. അവരുടെ കയ്യിൽ സ്വർണ്ണമുണ്ട്. അവരുടെ കയ്യിൽ ട്രൈബ്സ് കമ്മ്യൂണിറ്റി, ആദിവാസി കമ്മ്യൂണിറ്റിപ്പെട്ട ഏറ്റവും ടാലൻറ്റഡ് ആയിട്ടുള്ള ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ചെറുപ്പക്കാരനുണ്ട്. മഞ്ജുക്കൂട്ടൻ എന്നാണ് ചെറുപ്പക്കാരൻ്റെ പേര്. അതിനോട് കോൺഗ്രസ്സുകാർ തന്നെ പലരും പറഞ്ഞു ഇങ്ങനെ ഒരാൾ ഇതിനകത്തുണ്ട്, എന്തുകൊണ്ടാണ് അത് പരിഗണിക്കാതെ ഈ സി.കെ. ജാനുവിനൊക്കെ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യാൻ നിൽക്കുന്നത്? വയനാട്ടിൽ ജനിച്ച സി.കെ. ജാനുവിനേക്കാൾ ഞങ്ങൾക്ക് പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്ത് അങ്ങനത്തെ വല്ല ആൾക്കാരും തന്നാൽ മതി എന്നുള്ള രീതിയിൽ ആളുകൾ പറയാൻ തന്നെ പറഞ്ഞുകൊണ്ടാണ് നമ്മളിന്ന് ഈ ടോപ്പിക് എടുത്തത്. ഈ മഞ്ജുക്കൂട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ജുക്കൂട്ടൻ ഷാഫി പറമ്പിലിൻ്റെ കമ്മിറ്റിയിൽ KSUവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ട്, കാരണം അന്ന് ഇലക്ഷനാണല്ലോ, ഇലക്ഷനാകുമ്പോൾ A ഗ്രൂപ്പ് സ്ഥാനാർത്ഥിയെ നിർത്തി A ഗ്രൂപ്പിൻ്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ടാണ് ഷാഫി പറമ്പിൽ വരുന്നത്. ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആൾ പ്രസിഡന്റ് ആവുന്നു, ബാക്കിയുള്ളവർ സഹഭാരവാഹികളായിട്ട് ജനറൽ സെക്രട്ടറിമാരായിട്ട് വരുന്നു. ആ കമ്മിറ്റിക്കകത്ത് ഷാഫി പറമ്പിൽ പ്രസിഡന്റായിട്ട് A ഗ്രൂപ്പിൻ്റെ നോമിനി, I ഗ്രൂപ്പിൻ്റെ നോമിനിയായിട്ട് റിജുൽ മാക്കുറ്റി
വൈസ് പ്രസിഡൻ്റായിട്ട് വരുന്നു. ആ KSUവിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റിക്കകത്ത് അന്ന് ഒരു ഗ്രൂപ്പിൻ്റെയും പിൻബലമില്ലാതെ 2 പേരാണ് മത്സരിച്ച് ജയിക്കുന്നത്. ബാക്കിയുള്ളവരെല്ലാം ഗ്രൂപ്പ് വീതം വെച്ചെടുത്തതാണ്. ഒന്ന് VS ജോയി, ഇപ്പോൾ മലപ്പുറം DCC പ്രസിഡൻ്റായിട്ടുള്ള VS ജോയി ഏറ്റവും കൂടുതൽ വോട്ടുകളോടെ ജനറൽ സെക്രട്ടറി ആയിട്ട് വരുന്നു, 1ാമത്തെ ജനറൽ സെക്രട്ടറി കണ്ടായിട്ട് വരുന്നു. അതോടൊപ്പം തന്നെ സ്വതന്ത്രനായിട്ടാണ് മത്സരിക്കുന്നത്. അതോടൊപ്പം തന്നെ മഞ്ജുക്കുട്ടൻ. അത് മാത്രമല്ല, മഞ്ജുക്കുട്ടൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വരുമ്പം ആദിവാസി വിഭാഗത്തിൽ നിന്ന് KSUവിൻ്റെയോ യൂത്ത് കോൺഗ്രസിൻ്റെയോ ഒക്കെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തെത്തുന്ന ആദ്യത്തെ ചെറുപ്പക്കാരനാണ്. രാഷ്ട്രീയ നേതൃത്വത്തിൽ ആദിവാസി വിഭാഗത്തിൽ നിന്ന് അങ്ങനെ വരുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. ഇപ്പോൾ പിന്നെ ജയലക്ഷ്മി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ORK ഒക്കെ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ തെക്കോട്ട് പോയി കഴിഞ്ഞാൽ തീരെയില്ല. വയനാട്ടിലോ അല്ലെങ്കിൽ പരിസര പ്രദേശങ്ങളിലൊക്കെ ഉണ്ടാകുന്ന പോലെയല്ല, തെക്കോട്ട് പോയി കഴിഞ്ഞാൽ തീരെയില്ല. ഇത് കൊല്ലം ജില്ലക്കാരനാണ് ഈ ചെറുപ്പക്കാരൻ എന്നാണ് പറഞ്ഞത്. കരുനാഗപ്പള്ളി മണ്ഡലത്തിൻ്റെ പരിധി കരുനാഗപ്പള്ളി ആ ഭാഗത്തോടെയാണ്. ഈ മഞ്ജുക്കുട്ടൻ്റെ ജീവിത പശ്ചാത്തലം അന്വേഷിച്ചപ്പോൾ നമ്മളൊരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആരാ മഞ്ജുക്കുട്ടൻ, ഏതാ മഞ്ജുക്കുട്ടൻ, എവിടെയാ മഞ്ജുക്കുട്ടൻ, എന്താ മഞ്ജുക്കുട്ടൻ എന്നുള്ളത് നമ്മൾ അന്വേഷിക്കുമല്ലോ. ആരാ രാഹുൽ മാങ്കൂട്ടത്തിൽ, എന്താ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് അന്വേഷിച്ച അതേ അന്വേഷണത്തിനോടുകൂടി തന്നെ അതേ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം എന്നൊന്നും പറയുന്നില്ല, ഇൻവെസ്റ്റിഗേറ്റീവ് മാനസികാവസ്ഥയോടുകൂടി തന്നെ നമ്മളിതിൻ്റെ വഴിയെ അന്വേഷിച്ച് പോകുമ്പം ഇവൻ്റെ കുടുംബ പശ്ചാത്തലം വളരെ ദരിദ്രമായ സാഹചര്യത്തിൽ കടന്നു വന്നതാണ്. അച്ഛൻ വളരെ ചെറുപ്പത്തിൽ കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോയത്, ഇവൻ്റെ ഓർമ്മ പോലും ഇല്ലാത്ത കാലത്ത്. അങ്ങനെ അമ്മ കഷ്ടപ്പെട്ട് പണിയെടുക്കുക, ഒരു വീട്ടിലൊക്കെ പോയിട്ട് പണിയെടുത്ത് അങ്ങനെ ആ വീട്ടുകാർ അവിടെ ഒരു കുടികിടപ്പിൽ സ്ഥലം കൊടുത്ത് അങ്ങനെയൊക്കെയാണ് നിൽക്കുന്നത്. 2 സഹോദരങ്ങളുണ്ട്, അവരൊക്കെ കല്യാണം കഴിഞ്ഞ് 38 വയസ്സോളം ഉണ്ട്, കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. 22 വർഷമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സജീവമാണ്. സ്കൂൾ കാലഘട്ടം തൊട്ടേ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സജീവമാണ്. SLC കഴിഞ്ഞപ്പോൾ തൊട്ട് ഫുൾ ടൈമറാണ് അന്ന് തൊട്ടേ. അതിനിടയിൽ കൂടെ ശാസ്താംകോട്ട DB കോളേജിൽ നിന്നാണെന്ന് തോന്നുന്നു, അവിടെ നിന്നുമാണ്, പിന്നെ കോളേജിൻ്റെ പേര് തെറ്റിപ്പോൾ ഇംഗ്ലീഷ് ക്ഷമിക്കുക. അവിടെ നിന്ന് 3 ഡിഗ്രി കഴിയുന്നു, ഡിഗ്രി കഴിഞ്ഞു. ആദിവാസി വർഗത്തിൽ നിന്ന്, ആദിവാസി വിഭാഗത്തിൽ നിന്ന്, ഒരു പിന്നെ ST വിഭാഗത്തിൽ നിന്ന് ഡിഗ്രി കഴിഞ്ഞ ഒരു പയ്യൻ അന്നത്തെ കാലത്ത് PSC എഴുതി കഴിഞ്ഞാൽ ചുമ്മാ പോയിട്ട് അറ്റൻഡ് ചെയ്താൽ മതി, ഒരു ജോലി കിട്ടും. തലയ്ക്ക് രാഷ്ട്രീയം, കോൺഗ്രസ് രാഷ്ട്രീയവും പിടിച്ചിട്ട് ഇതിൻ്റെ പുറകെ നടന്ന് ജീവിതം അങ്ങ് കളഞ്ഞു. CPM-ലും BJP-യിലും ആണെങ്കിൽ അക്കോമഡേറ്റ് ചെയ്യും പല രീതിയിലും. CPM ആണെങ്കിൽ ഒന്നും അല്ലെങ്കിൽ വല്ല സഹകരണ സ്ഥാപനത്തിൽ ജോലി കൊടുക്കും, അവർ സംഘടനാ രംഗത്ത് ഉപയോഗിക്കും. ഒരു ട്രൈബിൻ്റെ ഇടയിൽ നിന്ന് ഒരാൾ വരിക എന്ന് പറഞ്ഞാൽ താലയിലെടുത്ത് കൊണ്ടിടക്കും പിന്നെ അവർ. അപ്പോൾ അങ്ങനെ ചെയ്യും. BJP ആണെങ്കിലും അത് ചെയ്യും. ഇപ്പോൾ ഈ പയ്യൻ ഇപ്പോൾ വേണമെങ്കിൽ BJP-യിലോ CPM-ലോ ചേരാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവർ പിറ്റേന്ന് അവനെ സ്റ്റേറ്റുമായിട്ട് കൊണ്ടു നടക്കും അവനെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ചെറുപ്പക്കാരൻ അവഗണന നേരിട്ടു കോൺഗ്രസിനകത്ത്. ആലോചിച്ച് നോക്കണം. അത് ഈ ഷാഫി പറമ്പിലിൻ്റെ കയ്യിലേക്ക് ഈ സംഘടന ഒതുങ്ങിക്കഴിഞ്ഞപ്പോൾ, ഷാഫി പറമ്പിലിൻ്റെ ഫാൻസ് അസോസിയേഷനായി മാറിക്കഴിഞ്ഞപ്പം പറ്റിയ അപകടങ്ങളിലൊന്നാണ് ഈ കോർണർ ചെയ്യപ്പെട്ടു ഈ ചെറുപ്പക്കാരൻ. ഷാഫി പറമ്പിലിനെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടുകൃഷിക്ക് പറ്റുന്ന പിന്നെ ബ്യൂട്ടി പാർലറിൽ കയറി ഇറങ്ങുന്ന ആൾക്കാർ വേണം. ഈ പിന്നെ ഈ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കറുത്ത ഈ ചെറുപ്പക്കാരനെയൊക്കെ കാണുമ്പം അവൻ അലർജിയാണ്. അതാണ് കുഴപ്പം. ഇവൻ്റെ നിറമാണ് അവൻ്റെ പ്രശ്നം. അതുതന്നെ അവൻ്റെ കമ്മ്യൂണിറ്റിയാണ് അവൻ്റെ പ്രശ്നം. അവന് പിന്നെ പ്രിവിലേജഡ് ആയിട്ടുള്ള പിന്നെ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്നിട്ടുള്ള ഇപ്പോൾ ബാക്കിയുള്ള അല്ലെങ്കിൽ നായർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ സവർണ്ണ വിഭാഗത്തോട് അങ്ങനെയുള്ള പിന്നെ അവൻ്റെ അഭിരുചികൾക്കനുസരിച്ച് മടങ്ങിക്കൊടുക്കുന്ന ഒരു ആളുമല്ല ഈ ചെറുപ്പക്കാരൻ. അതാണ് ഇവൻ്റെ ഡിസ്ക്വാളിഫിക്കേഷൻ. അവൻ്റെ അയോഗ്യത എന്ന് പറയുന്നത് ഷാഫിയുടെ ഇഷ്ടങ്ങൾക്കും അഭിരുചികൾക്കും അനുസൃതമായ രൂപവുമല്ല, അതിനുള്ള സ്വഭാവവുമല്ല, അതിന് വഴങ്ങിക്കൊടുക്കുന്ന ശീലവും ഇല്ല. അതാണ് ആത്മാഭിമാനമുള്ള പൗരുഷമുള്ള ചെറുപ്പക്കാരനാണ്. പൗരുഷമുള്ളവന് മറ്റേനും പോകാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവനൊക്കെ കോർണർ ചെയ്യപ്പെട്ടത്. ഇത് മാത്രമല്ല, പൊതുപ്രവർത്തന രംഗത്ത് VS ജോയിയുടെ കമ്മിറ്റിക്കകത്ത്, ഷാഫി പറമ്പിലിൻ്റെ കമ്മിറ്റി കഴിഞ്ഞ് VS ജോയി പ്രസിഡൻ്റായിട്ടും രോഹിത് വൈസ് പ്രസിഡൻ്റായിട്ടും വരുമ്പോൾ VS ജോയി A ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് അപ്പോൾ വരുന്നത്. ആദ്യം സ്വതന്ത്രനായിട്ടാണെങ്കിലും ഗ്രൂപ്പുകളില്ലാതാണെങ്കിലും രോഹിത് പിന്നെ I ഗ്രൂപ്പിൻ്റെയും ആ കമ്മിറ്റിക്കകത്ത് ഇവൻ ജനറൽ സെക്രട്ടറി ആയിട്ട് വരുന്നുണ്ട്. പിന്നെ യൂത്ത് കോൺഗ്രസ്സിൽ ഷാഫി പ്രസിഡൻ്റായിരിക്കുമ്പോൾ ജനറൽ സെക്രട്ടറിയായി. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തൊട്ട് മുമ്പത്തെ കമ്മിറ്റിക്കകത്ത് 22 വർഷമായി സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്ന കോൺഗ്രസിന് വേണ്ടി ഒരു ജീവിതത്തിൻ്റെ, അതായത് 38 വയസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൗവനത്തിൻ്റെ അവസാന കാലഘട്ടത്തിലെത്തി. അപ്പോൾ കൗമാരവും യൗവനവും പരിപൂർണമായി ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഹോമിച്ച, വേണമെങ്കിൽ ഒരു PSCക്ക് അറ്റൻഡ് ചെയ്താത്ത പോലെ ഒരു ജോലി കിട്ടുമായിരുന്ന ഒരു ചെറുപ്പക്കാരൻ, അവനാകെ സംഘടനാ തലത്തിൽ പ്രവർത്തിക്കാൻ, ഉത്തരവാദിത്തപ്പെട്ട ചുമതലയിൽ പ്രവർത്തിക്കാൻ 5 വർഷമായി കിട്ടിയേക്കുന്നത്. ഏത് ഈ KSUവിനും യൂത്ത് കോൺഗ്രസിനും കൂടെ 5 വർഷം. ഇവൻ്റെ സ്കില്ല് പിന്നെ എവിടെയാണ് യൂസ് ചെയ്യേണ്ടത്? എന്നിട്ടും ഈ ചെറുപ്പക്കാരൻ നാട്ടിൽ ഓരോ കാര്യങ്ങൾ, പരിസ്ഥിതി പ്രവർത്തനങ്ങൾ ബാക്കിയുള്ളതൊക്കെ നടത്തി. അങ്ങനെ 2020-21 വർഷത്തെ സംസ്ഥാന സർക്കാരിൻ്റെ വനമിത്ര പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. ഭാരത് ജോഡോ യാത്രയിൽ കന്യാകുമാരി തൊട്ട് കാശ്മീർ വരെ നടന്ന 6 മാസത്തോളം ഈ യാത്ര നടന്നു. ഒരു പക്ഷേ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഭാരത് ജോഡോ യാത്രയിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ കന്യാകുമാരി തൊട്ട് കാശ്മീർ വരെ നടന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആദ്യത്തെ മനുഷ്യനുമായിരിക്കും. തീർച്ചയായിട്ടും. പിന്നെ മഞ്ജുക്കുട്ടൻ വെറും ഭാരത് ജോഡോ യാത്ര അല്ല ഞാൻ ഉദ്ദേശിച്ചത്, കോൺഗ്രസ്സുകാരനൊന്നും അല്ല ഉദ്ദേശിച്ചത്. കന്യാകുമാരി തൊട്ട് കാശ്മീർ വരെ നടന്ന ഇന്ത്യയിലെ ഇന്ന് വരെയുള്ള സ്വാതന്ത്ര്യാനന്തര ഭാരതത്തെയും സ്വാതന്ത്ര്യപൂർവ്വ ഭാരതത്തിലെയും ഏക പിന്നെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയായിരിക്കും മഞ്ജുക്കുട്ടൻ എന്നുള്ളതാണ് ഏറെക്കുറെ 99% എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത്. നിസ്സാര കാര്യമല്ല, ചെറിയ കാര്യമേ അല്ല. അംബേദ്കർ ഒക്കെ ചെയ്തിട്ടുള്ളതിനോട് താരതമ്യപ്പെടുത്തുകയല്ല ഞാൻ ചെയ്തിട്ടുള്ളത്. പക്ഷെ അംബേദ്കർ പ്രിവിലേജറായിരുന്നു.
അംബേദ്കർ അന്നത്തെ കാലത്തെ നല്ല വിദ്യാഭ്യാസം കിട്ടുകയും നല്ല സാമ്പത്തികമായിട്ടുള്ള ചുറ്റുപാടുണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. വഴിവിളക്കിൻ്റെ വെളിച്ചത്തിലിരുന്ന് പഠിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അങ്ങനെ ഇരുന്ന് പഠിക്കാനൊരു വഴിവിളക്കുണ്ടായിരുന്നു അവിടെ. അങ്ങനെയുള്ള സ്ഥലത്താണ് വളർന്നത്. മഞ്ജുക്കുട്ടനും അംബേദ്കറുമായിട്ട് താരതമ്യം ചെയ്യുകയല്ല ഞാൻ ചെയ്യുന്നത്. മഞ്ജുക്കുട്ടൻ്റെ ഒരു മൈൽ സ്റ്റോൺ എന്ന് പറയുന്നതും അതിൻ്റെ ഗ്രാവിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളതും നമ്മൾ പരിശോധിക്കേണ്ടത്. അതിനാണ് ഞാൻ ഈ ഭാരത് ജോഡോ യാത്ര എടുത്ത് പറഞ്ഞത്. പിന്നെ സംസ്ഥാന സർക്കാരിൻ്റെ വനമിത്ര പുരസ്കാരം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിയെ സ്നേഹിക്കുന്നതാണ്. ആദിവാസി വിഭാഗങ്ങൾക്ക് പ്രകൃതിയോടുള്ള ബന്ധമുണ്ട്, അവർ അതിനുമായിട്ട് ഇഴുകി ചേർന്ന് നിൽക്കുന്നതാണ്. പിന്നെ എല്ലാ സ്ഥലത്തും യൂത്ത് കോൺഗ്രസ്സിന് ബൂത്തുണ്ടാക്കി, അതേപോലെ തന്നെ ഇവൻ സമാന്തരമായിട്ട് സാംസ്കാരികമായിട്ടുള്ള സംഘടനകളുടെ പ്രവർത്തനങ്ങൾ നടത്തി. കരുനാഗപ്പള്ളിയിൽ CR മഹേഷ് മത്സരിക്കുമ്പോൾ CR മഹേഷിന് വേണ്ടിയിട്ട് അടിത്തട്ടിൽ പ്ലാറ്റ്ഫോമിൽ പണിയെടുത്ത് സംഘടന ഉണ്ടാക്കി. ബാക്കിയുള്ള പല സീറ്റുകളും നഷ്ടപ്പെട്ടപ്പം കുണ്ടറ കിട്ടിയത് പിന്നെ മേഴ്സിക്കുട്ടിയമ്മയ്ക്കെതിരെ മറ്റേ ആഴക്കടൽ മത്സ്യബന്ധനം അങ്ങനെയുള്ള വിവാദങ്ങളൊക്കെ വന്നുകൊണ്ടാണ്. കരുനാഗപ്പള്ളി CR മഹേഷ് പിടിച്ചെടുക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അത്ര വലിയൊരു പണി നടന്നിട്ടുണ്ട്. ആ പണിയുടെ അണിയറയിൽ പ്രവർത്തിച്ച ഒരാളാണ് ഈ മഞ്ജുക്കുട്ടൻ. ഈ മഞ്ജുക്കുട്ടനെ പിന്നെ ഈ ഷാഫിയും ഈ മാങ്കൂട്ടത്തിലും എല്ലാം കൂടെ ഒതുക്കി മൂലക്കിട്ടെങ്കിൽ ആ ചെറുപ്പക്കാരനെ കൈ പിടിച്ച് കൊണ്ടുവരേണ്ടത്. അതായത് രാഹുൽ ഒരു നായർ കമ്മൂട്ടിപ്പെട്ട എത്രയോ നല്ല കോൺഗ്രസ്സുകാരുണ്ട്, ഒക്കെ ഉണ്ട്. അതിന് നമുക്ക് പിന്നെ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, എല്ലാവരും ഉണ്ട്, BJP-കാരുണ്ട്, ഒക്കെ ഉണ്ട്. ഒരു കമ്മ്യൂണിറ്റി മോശമാണെന്നുള്ള അഭിപ്രായമല്ല. പക്ഷേ അധസ്ഥിത വർഗത്തിൽ നിന്ന് വരുന്നവൻ മറ്റവരെ പോലെ വിധിച്ചോടത്ത് കിടക്കുന്നവനല്ല. അവൻ്റെ വഴികൾ ദുർഘടമാണ്. കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെ സഞ്ചരിച്ചിട്ടാവും വരുന്നത്. അവൻ്റെയൊക്കെ കണ്ണീരിൻ്റെയും ചോരയുടെയും നനവുള്ള വഴികളിലൂടെ നടന്നു പോയി MPയും MLA ഒക്കെ ആയിട്ട് ഷാഫി ഉൾപ്പെടെയുള്ളവരൊക്കെ മാറുമ്പം അവൻ അവിടെ അപ്പോഴും ചേറിക്കിടക്കുക. അവനെ കൂടെ കൈപിടിച്ച് ലിഫ്റ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം ആ സംഘടനയ്ക്കുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഗ്രൂപ്പ് ഭേദമന്യേ BD സതീശനാണെങ്കിലും KC വേണുഗോപാലാണെങ്കിലും രമേശ് ചെന്നിത്തലയാണെങ്കിലും അതിനകത്ത് ഈ ഒരു വിഷയത്തിനകത്ത് ബാക്കിയുള്ളവരെല്ലാവരും ഗ്രൂപ്പ് വിളിച്ചോട്ടെ. BDക്ക് ഇഷ്ടമുള്ളവരെ BDയും തിരികെ കയറ്റട്ടെ, KCക്ക് ഇഷ്ടമുള്ളവരെ KCയും തിരികെ കയറ്റട്ടെ, ചെന്നിത്തലയ്ക്ക് ഇഷ്ടമുള്ളവരെ ചെന്നിത്തലയ്ക്കും തിരികെ കയറ്റട്ടെ. എന്നിട്ട് ഇവരെല്ലാം കൂടെ കൂടിയിട്ട് തമ്മിലടിച്ചിട്ട് വേണമെങ്കിൽ തോറ്റും പോട്ടെ. പണ്ടാറടങ്ങി ഭരണവും കിട്ടത്തില്ല എന്നുള്ള അവസ്ഥയ്ക്ക് അവർ തന്നെ എത്തിച്ചോട്ടെ. നമുക്ക് കുഴപ്പമില്ല, നമുക്ക് ആര് ഭരിച്ചാലും കുഴപ്പമില്ല. ഇവിടെ BJP ഭരിച്ചാലും ഇവിടെ CPM ഭരിച്ചാലും ഇവിടെ കോൺഗ്രസ് ഭരിച്ചാലും എന്നെ സംബന്ധിച്ചോളം എനിക്കൊരു വിഷയമല്ല. ആര് ഭരിച്ചാലും ഒരു വിഷയമല്ല. അവർ ഈ കാര്യത്തിൽ ഉപ്പ് നോക്കാതിരിക്കണം. കാരണം അധസ്ഥിത വർഗത്തിൻ്റെ പ്രതിനിധിയായ ഒരു ചെറുപ്പക്കാരൻ, പാർട്ടിക്ക് വേണ്ടിയിട്ടല്ലാതെ ആവശ്യമില്ലാത്ത ക്രിമിനൽ ആക്ടിവിറ്റീസിൽ പോകാത്ത ഒരു ചെറുപ്പക്കാരൻ, അപ്പുറത്ത് ഇവർ മുന്നണിയിലേക്ക് കൊണ്ടുവന്നേക്കുന്ന CK ജാനു അധസ്ഥിത വർഗത്തിൻ്റെ പ്രതിനിധി എന്ന് പറയാൻ പറ്റത്തില്ല. വളരെ ആർഭാടപൂർവമായ ജീവിതം ജീവിക്കുന്നു. പാവപ്പെട്ട ആദിവാസികൾ, അവരുടെ സമരത്തിന് പോയവർ, കഷ്ടത അനുഭവിച്ചവർ, കേസിൽപ്പെട്ടവർ ഇപ്പോഴും അവിടെ നരകയാതന അനുഭവിക്കുമ്പം അവർ ആഡംബരപൂർവമായ വളരെ ലക്ഷറി ആയിട്ടുള്ള ലൈഫിലേക്ക് പോകുമ്പം മഞ്ജുക്കുട്ടനെ പോലെയുള്ള ചെറുപ്പക്കാരനെ കൊണ്ടുവരാൻ വേണ്ടി, അല്ലാതെ CK ജാനിന് വേണ്ട സീറ്റ് ഒഴിഞ്ഞു കൊടുക്കുകയല്ല വേണ്ടിയത്. ഈ ഫണ്ട് അടിച്ചു മാറ്റലിലും ബാക്കിയുള്ളതിലൊക്കെ വൈദഗ്ധ്യമുള്ള കുറേ ആൾക്കാരാണ് ഇപ്പോൾ ഇതിനൊക്കെ കൊണ്ടു നടക്കുന്നത്. അവർക്കൊക്കെ സീറ്റുണ്ട്, അങ്ങനെയുള്ള വിദഗ്ധന്മാർക്കൊക്കെ സീറ്റുണ്ട്. ഇവർ മനസ്സിലാക്കേണ്ടത് ഈ ചെറുപ്പക്കാരനെയൊക്കെ ഇവർ പരിഗണിച്ചിട്ടില്ലെങ്കിൽ പിന്നെ കണ്ടോ പറയൂ, പൊന്നുംബല കൊടുത്തിട്ട് വിലക്കെടുക്കാൻ BJPയും CPM ഒക്കെ തയ്യാറാവും. ഇങ്ങനെയുള്ള അവരെ ശ്രദ്ധപ്പെടാഞ്ഞിട്ടാ. ഒരു പക്ഷേ നമ്മളെ വീഡിയോ കാണുമ്പോൾ അവർ ശ്രദ്ധിക്കും. ചിലപ്പോൾ ഇങ്ങനെ സംഭവം അറിഞ്ഞു കഴിഞ്ഞാൽ അവർ സ്മെല്ല് ചെയ്ത് പുറകെ പോകും, നല്ല ഓഫറും വെക്കും. അതിന് ചെയ്യേണ്ടത് ഈ ചെറുപ്പക്കാരനെ മാനന്തവാടി പോലെയുള്ള എന്തോ മാനന്തവാടി കൊണ്ടിടുന്നതിന് എന്താ കുഴപ്പം? കൊല്ലത്തുള്ളവനെ മാനന്തവാടി കൊണ്ടിടാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? അടൂർ കിടക്കുന്നവനെ പാലക്കാട് കൊണ്ടിടാലോ. ആ ഡൽഹിയിൽ ഉണ്ടായിരുന്നവൻ്റെ KT വെന്നിയെ ഇവിടെ ചാലക്കുടി കൊണ്ടുവരാൻ നോക്കി, അത് നടന്നില്ല. ഓരോരുത്തരെയും കാര്യം ആലോചിച്ച് നോക്കിയേ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി തന്നെയല്ലേ നിൽക്കുന്നത്. കൊല്ലത്ത് രാജ്ഭവനിലെ കാസർഗോഡ് പോയിട്ട് നിന്നേക്കുന്നത്. അതിന് മുമ്പ് T സിദ്ദിഖ് അവിടെ പോയി മത്സരിച്ചില്ലേ? വേണ്ട, ഷാഫി പറമ്പിലല്ലേ വടകരെ പോയി നിന്നിരിക്കുന്നത്. അത് പന്തളം സുധാകരൻ എത്രയോ കാലം പന്തളത്തുകാരനായിട്ടുള്ള പന്തളം സുധാകരൻ വണ്ടൂർ മണ്ഡലത്തിൽ നിന്നല്ലേ മത്സരിക്കുകയും പിന്നെ പലതവണ MLA ആവുകയും മന്ത്രിയാവുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. കണ്ണൂരുകാരനായിട്ടുള്ള KC വേണുഗോപാലല്ലേ ആലപ്പുഴയുടെ MP. അടൂരുകാരനായിട്ടുള്ള അടൂർ പ്രകാശല്ലേ ആറ്റിങ്ങലിൻ്റെ MP. അതിനു മുമ്പ് പിന്നെ കോന്നിവിൻ്റെ അവരുടെ ജില്ലയിൽ തന്നെയാണെന്ന് പറയാം. വയനാട്ടുകാർ തന്നെ വേണം, വയനാട്ടുകാർ തന്നെ വേണം എന്ന് പറഞ്ഞാൽ CK ജാനിനെ നിർത്തിയ 8 വില അങ്ങ് പൊട്ടി. വോട്ടെണ്ണാനൊന്നും നിൽക്കണ്ട. OR കേളുചേട്ടൻ്റെ ഭാഗ്യമായിട്ട്, കേളുവേട്ടൻ നല്ലൊരു മനുഷ്യനുമാണ്. കേളുവേട്ടനോടൊക്കെ ഫൈറ്റ് ചെയ്യുമ്പോൾ അതേപോലെ നല്ല കാൻഡിഡേറ്റിനെ ഇപ്പുറത്ത് നിർത്തണം. കേളുവേട്ടനെ കുറിച്ച് ഒരു നെഗറ്റീവും പറയാനില്ല. നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു അധസ്ഥിത വർഗത്തിൻ്റെ പ്രതിനിധി തന്നെയാണ്. പുള്ളിക്കെതിരെ ഫൈറ്റ് ചെയ്യാനൊക്കെ CK ജാനിനെ പോലെയുള്ള ഒരാളെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ ഫ്രോഡ് എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല. കാരണം അത് ആ വാക്കിനെ നിന്ദിക്കലായതുകൊണ്ടാണ് ഞാൻ ഉപയോഗിക്കാത്തത്. അപ്പം ഇങ്ങനെയുള്ള ചെറുപ്പക്കാരെയൊക്കെയാണ് കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടത്, വളരെ വൈകാരികമായിട്ടാണ്. കാരണം ഈ ചെറുപ്പക്കാരൻ്റെ പശ്ചാത്തലം അറിഞ്ഞപ്പോൾ പല കേസുകളിൽ വരെ പെട്ടു. പാർട്ടിക്ക് വേണ്ടിയിട്ട് ഒരു കേദർ മര്യാദയ്ക്ക് വാങ്ങാൻ പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടുന്നവനാണ്. എന്നിട്ട് സംഘടനാ പ്രവർത്തനം നടത്തുക. അവനൊന്നും ബുദ്ധി ഉണ്ടെന്നേ ഞാൻ പറയത്തുള്ളൂ. അവനൊക്കെ ബുദ്ധി ഉണ്ടെന്നുണ്ടെങ്കിൽ അവൻ ശരിക്കും പറഞ്ഞാൽ ഈ കോൺഗ്രസ് രാഷ്ട്രീയം ഉപയോഗിച്ചിട്ട് വല്ല BJPയിലോ CPMയിലോ ഏതെങ്കിലും പോയി ചേർന്ന് കഴിഞ്ഞാൽ അവൻ്റെ ജീവൻ സുരക്ഷിതമാകും എന്നുള്ളത് എൻ്റെ അഭിപ്രായം. അല്ലാന്നുണ്ടെങ്കിൽ ഇവരൊക്കെ ഇവനെ പരിഗണിക്കുകയാണ് വേണ്ടത്. മാനന്തവാടിയിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീട്ടിൽ സ്വർണം വെച്ചിട്ട് അവിടെ ഇവിടെ നാട്ടിൽ തേടി നടക്കുക എന്ന് പറഞ്ഞ പോലെ തന്നെ മഞ്ജുക്കുട്ടനെ പോലെയുള്ള സ്വർണ്ണങ്ങൾ കയ്യിലുണ്ടാകുമ്പം തുരുമ്പ് പിടിച്ച ക്ലാവ് പിടിച്ച ഈ CK ജാനുവിനെ പോലെയുള്ള റോൾഡ് ഗോൾഡിൻ്റെ പുറകെ ഇവർ പോകുന്നത് രാഷ്ട്രീയമായി നെറുകേടാണ്. അത് കോൺഗ്രസിനകത്ത് ഇത്തരം കമ്മ്യൂണിറ്റികൾക്കകത്തുനിന്ന് വരും കാലത്ത് അത്തരം ചെറുപ്പക്കാർ വരുന്നതിന് തടയിടുകയാണ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് കോൺഗ്രസ്സുകാരോട് പറയാനുള്ളത്.